കൃഷ്ണദാസ് പറയൂ. രാജസ്ഥാൻ ഓൾ ഇന്ത്യ ട്രേഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് MP ദേവനാഥ് പോയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫാർമേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അർച്ചന ദാവെ പോയിട്ടുണ്ട്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പാലിക്കാൻ പറ്റില്ല. നിങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കുക കഷ്ടപ്പാടാത് 100% ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് ഈ ഡിബേറ്റിനെ ശല്യപ്പെടുത്തുന്നത് എന്താ? ഇറലവന്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 100% ഈ ഡിബേറ്റിന്റെ വിഷയത്തിൽ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുമല്ല. കാർഷിക സംഘടനകൾ പ്രക്ഷോഭ രംഗത്തുള്ള കർഷക സമൂഹം ഒന്നിച്ചു പറയുന്നു, ഞങ്ങൾ സുപ്രീം കോടതിയുമായിട്ടല്ല ഞങ്ങളുടെ സമരം, ഇത് നയപരമായിട്ടുള്ള പ്രശ്നമാണ്. കർഷകർക്ക് വേണ്ടാത്തൊരു നിയമം കർഷകരുടെ അഭിപ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നു. ആ നിയമം ഇന്ത്യയിലെ കാർഷിക മേഖലയെ തകർക്കും. എന്തൊക്കെയാ പുളുന്താൻ പറയുന്നു മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി കർഷക സമൂഹം സമരം നടത്തുമ്പോൾ ആ സമരം ഗവൺമെന്റാണ് ഈ നിയമം പിൻവലിച്ച് അവസാനിപ്പിക്കേണ്ടത്. താങ്കൾ ഒരു പാർലമെന്ററി അല്ലേ? താങ്കൾക്കറിയില്ലേ നീ ചീറ്റുള്ളൂ, കൊത്തത്തില്ല, പല്ല് പോയില്ലേ? ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി ചർച്ചയ്ക്കില്ല. ചർച്ചയിൽ പുലർത്തേണ്ട മാന്യത വെച്ച് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്താ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് വേണ്ട, അത് വേണ്ട. കൃഷ്ണദാസ് മര്യാദയ്ക്ക് സംസാരിക്കാം. അടിമയൊന്നുമല്ല. ഇങ്ങനെ അസമാധാനം കഴിയില്ല. ഹാഷ്മി, ഞാൻ നയപരമായ കാര്യങ്ങളാണ്, അല്ലാതെ ഇങ്ങനെ പറയുന്ന കൊഞ്ഞാണന്മാരോട് വർത്തമാനം പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. അബദ്ധങ്ങൾ മാത്രം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് പോയിന്റ് ഒന്നുമില്ല. 100% ഞാൻ യോജിക്കുന്നു. അയാളെ നിയന്ത്രിക്കൂ. വെറുതെ പോയിന്റ് ഇല്ലാതെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നോക്കൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?